Play fab in yummy chocolate and vanilla crème. എടാ ബണ്ണി ആ ഫോൺ വേഗം എടുക്ക്. ഞാൻ ബിസിയാണ്. ഹണി നീ ആ ഫോൺ എടുക്ക്. ഞാൻ എന്തിനാ എടുക്കുന്നത്? ഈ ഫോൺ എന്റെ ഒന്നല്ലല്ലോ. എടേ ആരെങ്കിലും ഒന്ന് വേഗം ഫോൺ എടുക്കടേ. ഈ വീടിന്റെ ഭാരവും ഞാൻ ചുമക്കണം, അതുപോലെ ഈ ഫോണും ഞാൻ ചുമക്കേണ്ട അവസ്ഥയാ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആ അത് കൊള്ളാം. താനല്ലേ ഇങ്ങോട്ട് വിളിച്ചത്, അപ്പൊ താനല്ലേ ആരാണെന്ന് പറയേണ്ടത്. ഫോൺ ചെയ്തത് ഞാനാണെന്ന് എനിക്കറിയാലോ. പക്ഷെ താൻ ആരാണെന്ന് പറയേ. ഞാൻ പോപ്പട്ടാണ് സംസാരിക്കുന്നത്. താൻ പോപ്പട്ടായിരിക്കുക അല്ലെങ്കിൽ മൊപ്പട്ടായിരിക്കുക, അതിൽ എനിക്കെന്താ പ്രശ്നം? ശരി, അതൊക്കെ വിട്ടേക്ക്. നീ ഒരു കാര്യം പറയേ, ഇത് എത്ര വിരലുകളാണ്? എടാ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ ഞാൻ എങ്ങനെ അറിയാം എത്ര വരലാന്ന്? എനിക്കറിയായിരുന്നു നീ പറയില്ല എന്ന്. അയ്യോ അല്ല, ആരാ എന്നെ തല്ലിയത്? ശരി മോനെ, അത് വിട്ടേക്ക്. എന്നാൽ ഇപ്പൊ പറയേ, ഇത് എന്തിന്റെ സ്മെല്ലാണ്? എന്തോ പ്രാങ്കോളാണെന്നാ തോന്നുന്നത്. എന്റെ മോനെ, നീ ദേഷ്യം പിടിച്ചോന്ന് തോന്നുന്നു. എന്നെ മനസ്സിലായില്ലേ? എന്നാ ഒരു മിനിറ്റ്, ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. മോനെ, ഇത് ഇന്നത്തെ ടെക്നോളജിയാ. എന്താ പറയാ, എടാ ഞാൻ നിന്റെ നാട്ടിൽ നിന്ന് വിളിക്കുവാ. തൊട്ടടുത്ത വീട്ടിലുള്ളതാ ബഫല്ലോ അപ്പൂപ്പൻ. അയ്യോ നമസ്കാരം അപ്പൂപ്പ. അല്ല എന്താ പതിവില്ലാതെ ഒരു ഫോൺ കോള്? നോക്കടാ മോനെ, മുകളിലുള്ളവൻ എല്ലാം തന്നിട്ടുണ്ട്. പക്ഷെ തരുന്നവൻ തന്നെ അങ്ങനെ അങ്ങ് എടുക്കും. എന്നാ അത് കളഞ്ഞേക്ക്. ഇന്ന് വൈകിട്ട് എന്റെ അനുജൻ ഓക്സ്ഫോർഡ് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ അവിടെ തന്നെ താമസിക്കും. അവനെ നന്നായിട്ട് നോക്കിക്കൊള്ളണം, കേട്ടല്ലോ? എന്നാ മുത്തശ്ശ. ശരി മോനെ, ഞാൻ ഫോൺ വയ്ക്കുകയാണേ. ഞാൻ ഫോൺ ചോദിച്ച ആള് അദ്ദേഹത്തിന് ഫോൺ ചോദിക്കുക. ശരി മോനെ, എന്നാലേ ഞാൻ വയ്ക്കുകയാണേ. ഇതുപോലെ രാജ്യത്ത് ഒരെണ്ണം മതി, അതോടവിടെ മുടിയും. അത് സത്യമാണ് മോനെ, ഞാനിവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ മറ്റൊരാള്? എന്നാ ഞാൻ വയ്ക്കുകയാണേ. ഐ എം സോ ഫണ്ണി. ഈ അപ്പൂപ്പൻ ഒരു മാറ്റവും ഇല്ല. സംശയമുണ്ടോ? നിന്റെ ബൊഫല്ലേ അപ്പൂപ്പ ഇങ്ങനെയാണെങ്കിൽ അയാളുടെ അനിയൻ എങ്ങനെയായിരിക്കുവാടാ? നിനക്ക് ഓക്സ്ഫോർഡിനെ പറ്റി നന്നായിട്ട് അറിയാവടാ. ഞങ്ങളെല്ലാം കേട്ടായിരുന്നു പോപ്പട്ട്. ആ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഓക്സ്ഫോർഡിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യം നീ തന്നെ നിന്നെ നോക്കാൻ പഠിക്കേ, എന്നിട്ട് മറ്റുള്ളവരെ നീ നോക്കാം. ഇന്ന് വൈകിട്ട് ഓസ്കോഡ് വരും. നമ്മൾ എന്തിനും തയ്യാറായിരിക്കണം. ഹായ്, ആം ഓക്സ്ഫോർഡ്. എനർജി, എനർജി. എന്റെ കൂട്ടുകാരെ, നമുക്ക് എപ്പോഴും വേണം എനർജി. താൻ എന്താ ഈ കാണിച്ചത്? എനർജി, 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 എനർജി. എവിടെ പോയി എന്റെ എനർജി? എനർജി, 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 എനർജി. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇത്ര എനർജി ഉണ്ടല്ലോ, അതുകൊണ്ട് മൊബൈൽ ചാർജ് ചെയ്യാന്ന് വിചാരിച്ചു. നോർമലായിട്ട് 5 ഘട്ടം മാത്രമേ കാണിക്കൂ. ദേ ഇപ്പൊ ചാർജ് ചെയ്യുമ്പോഴേ 8 ഘട്ടേ കാണിക്കുന്നത്. ഓസ്കോഡ് ചേട്ടാ, നിങ്ങൾ വൈകിട്ടല്ലേ വരുമെന്ന് പറഞ്ഞേ, പിന്നെ എങ്ങനെ എത്ര പെട്ടെന്നെത്തിയേ? എനർജി, എനർജി. ഞാൻ ട്രെയിനിലാണ് വന്നുകൊണ്ടിരുന്നത്, പക്ഷേ ട്രെയിൻ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ട്രെയിൻ എടുത്ത് എന്റെ തോളിൽ വെച്ച് സ്റ്റേഷനിലേക്ക് വന്നു. നാട്ടുകാരെ കൊണ്ടു നടക്കും ആ ട്രെയിൻ, പക്ഷെ ഞാൻ പൊക്കിയെടുത്തു അതെന്റെ ട്രെയിൻ. നിങ്ങളെ പരിചയപ്പെട്ടത് വലിയ സന്തോഷമുണ്ട്. സോർദാറ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? സോപ്പ് കണ്ടപ്പോൾ എന്റെ തലയ്ക്കകത്ത് വലിയ പ്രശ്നമുണ്ടാവുകയാണ്. കുത്തി മറിക്കാൻ തോന്നുകയാണ്. എന്തായാലും എന്റെ ഷേപ്പിനത് ഓക്കെയാ. ഓക്സ്ഫോർഡ് നിക്ക്, നിക്ക്, നിക്കാൻ. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയായിരുന്നു. തന്റെ വാൽ എന്തായാലും കൊള്ളാം. എന്ത് ജെല്ല ഈ വാലി പുരട്ടുന്നത്? Feel the fab, feel.
slide, swim, glide. Feel the fun of Fab Ride. Feel the Fab. Parley Fab in yummy chocolate and vanilla crème. എനർജി കണ്ടോടാ അദ്ദേഹത്തിന്റെ ദേഷ്യം തീർന്നെന്നാ തോന്നുന്നേ. പക്ഷെ എനർജി ഇപ്പൊ ചെയ്യുന്നേ. ഇയാളെ വീട്ടിൽ കയറ്റിയ വീട് കട്ട പുകയാവും. അതുകൊണ്ട് ഇയാളെ പുറത്ത് കൊണ്ടുപോവാ. ആ അതെ, പട്ടണം കാണാൻ വേണ്ടിയല്ലേ വന്നത്. ഇവിടെ മുഴുവൻ കണ്ടു കഴിയുമ്പോ ഇയാളുടെ മൂഡ് അങ്ങ് ശരിയായിക്കോളും. എന്നാൽ ഒരു കാര്യം, ഇയാളെ ഒരിക്കലും ചുമന്ന കളർ കാണ്ടരുത്. അങ്ങനെ കണ്ടാൽ ഇയാൾക്ക് ദേഷ്യം പിടിക്കും. എന്റെ ടി വി എന്തായാലും കേടായി പോയി. ഈ യവമാർക്കിട്ട് ഒരു പണി കൊടുത്ത് എന്തായാലും എന്റെ സമയം നന്നായിട്ട് ചെലവഴിക്കണം. ഓക്സ്ഫോർഡിന് ചുമന്ന കളർ കാണിച്ചു കഴിഞ്ഞാൽ യവമാർക്കിട്ടുള്ള പണി എളുപ്പത്തിലാകും. ഓ എനർജി എനർജി, ഈ പട്ടണം എത്ര മനോഹരമാണ്. എന്തുമാത്രം സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. എനർജി. അതെ, പാർക്കിലേക്ക് പോകാം. വേണ്ട വേണ്ട, പാർക്കിലൊക്കെ കുട്ടികളാ പോകുന്നത്. ഓക്സ്ഫോർഡ് നീ വലിയ ആളല്ലേ, നമുക്ക് നദിക്കരയിൽ നടക്കാൻ പോവാം. അയ്യോ വേണ്ട വേണ്ട, നദികൾ എന്തായാലും നീ നാട്ടിലൊക്കെ കണ്ടു കാണുമല്ലോ. നിനക്ക് പട്ടണമാണല്ലോ കാണേണ്ടത്. എനർജി, ചുവന്ന കളർ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുകയാണ്. എനിക്കെല്ലാം നശിപ്പിക്കണം. അയ്യോ, എൻ്റെ അമ്മേ. സ്വിമ്മിംഗ് പൂള് കണ്ടപ്പോ ഇയാൾ ശാന്തനായി. ഇപ്പോൾ ടാങ്കറിലെ വെള്ളം കണ്ടപ്പോഴും ശാന്തനായി. കൂട്ടുകാരെ, ഓക്സ്ഫോർഡിനെ ശാന്തനാക്കണമെങ്കിൽ അവന്റെ പുറത്ത് വെള്ളം ഒഴിച്ചാ മതി. അല്ല, നീ ഇവിടെ എന്തെടുക്കുകയാണ് സണ്ണി? എടാ, ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട് ഓക്സ്ഫോർഡ് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താ, എനിക്ക് ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യില്ല നിങ്ങള്? അവന്റെ പേര് ഓക്സ്ഫോർഡ് ആണെന്ന് നിനക്കെങ്ങനെ അറിയാം? എടാ, എനിക്ക് എല്ലാം അറിയാം. ഹായ്, ഞാനാണ് സണ്ണി, ഇവരുടെ കൂട്ടുകാരനാ. നിങ്ങൾ പട്ടണം കാണാൻ വന്നതല്ലേ? ആ റെസ്റ്റോറന്റിലെ ഭക്ഷണം നിങ്ങൾ തീർച്ചയായും കഴിക്കണം. ഹീരാലാൽ റെസ്റ്റോറന്റ്. എനർജി എനർജി. അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നോക്കരുത്. അതെ, ആ ഷോപ്പിലേക്ക് ഒരിക്കലും നോക്കരുത്. നിങ്ങൾ ഇദ്ദേഹത്തെ ആത്തി കൊണ്ടുപോ, എനിക്ക് ചെറിയൊരു ജോലി തീർക്കാനുണ്ട്. വെറുതെ ഓക്സ്ഫോർഡിന് ദേഷ്യം പിടിപ്പിച്ചിട്ട് അവൻ പൊക്കളഞ്ഞു. വെയിറ്റർ ഏട്ടാ, നമ്മുടെ ഓക്സ്ഫോർഡ് ചേട്ടന് വേണ്ടി സർബത്ത് കൊണ്ടുവരൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയാണ് തമാശ. അതെ, സർബത്ത് വേണ്ട, ജ്യൂസ് കൊണ്ടുവന്നേക്ക്. ശരി. ചേട്ടാ, ചുമന്നതായിട്ട് ഒന്നും തന്നെ വേണ്ട. ഓക്കെ. മിൽക്ക് ഷേക്ക് കൊണ്ടുവന്നാ മതി. എനർജി എനർജി, എന്നിലുണ്ടാക്കുന്നു ഏറ്റവും വലിയ എനർജി. വെറുതെ ദേഷ്യം പിടിക്കല് കേട്ടല്ലോ. നോക്കോ, ഇത് ദേഷ്യം ശമിക്കാനുള്ള ഗുളികകളാണ്. ചുവപ്പ് കണ്ടാൽ എനിക്കുണ്ടാകും ദേഷ്യം. ചുവപ്പ് കളർ കാണിച്ച് കാണിച്ച് ഇദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കുന്നത് ആ സണ്ണിയാ. ഈ സണ്ണിയെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. എന്റെ പക്കൽ ഒരു ഐഡിയ ഉണ്ട്. എടാ പോകട്ടെ, ആ ഫോൺ എടുത്ത് സണ്ണിക്ക് കൊടുക്ക്. ഈ ഫോൺ നീ തന്നെ വെച്ചോ, സണ്ണി. എന്താ ഈ കാണിക്കുന്നെ?
സണ്ണി, ഓക്സ്ഫോർഡിനെ ശാന്തനാക്കണമെങ്കിൽ ഈ ബാഗിൽ സ്പ്രേ എടുത്തൊന്ന് അടിച്ചാൽ മാത്രം മതി. എനർജി എനർജി എന്റെ എനർജി കൊണ്ട് ഇന്ന് നിന്റെ കഥ ഞാൻ തീർക്കും. ചുവപ്പ് എന്നിൽ ദേഷ്യമുണ്ടാക്കുന്നു. സണ്ണി, നിന്റെ തലയ്ക്ക് ചുറ്റും നക്ഷത്രങ്ങൾ പറക്കാനുള്ള സമയമായി കഴിഞ്ഞു. വേണ്ട, എന്നെ തല്ലരുത്. വല്ലാതെ വേദനിക്കുന്നു ഇവിടെ. എടാ, നിങ്ങൾ 4 പേരും ഞാൻ വെറുതെ വിട്ടില്ല, നോക്കിയോ. ഇവൻ ഒരിക്കലും നന്നാവൂല. അല്ല, ഈ സണ്ണി അവസാനം ചുവന്ന കളറായില്ല. നല്ല രസമുണ്ട്. പട്ടണം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ പോകാൻ പോവുകയാണ്. ആയിക്കോട്ടെ, അടുത്ത പ്രാവശ്യം ഹോളിക്ക് വരണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചുമ ഞാൻ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിട്ട് ലഡു തരാൻ കേട്ടോ. പിന്നെ നീല കളറും അടിക്കും. മുഴുവൻ എനർജിയോടെ ഹോളി ആഘോഷിക്കാം. എനർജി.